ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ കൊച്ചു വീഡിയോ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു കിടിലൻ ചീരയാണ് കേട്ടോ. എന്താണെന്നറിയോ? അതിൻ്റെ പേരാണ് ചായ മൻസ. പിന്നെ ഇത് പല സ്ഥലങ്ങളിൽ പല പേരിൽ അറിയപ്പെടുന്നുണ്ട്. ചില സ്ഥലങ്ങളിൽ ഇത് മായൻ ചീര എന്ന് പറയും, കപ്പച്ചീര എന്ന് പറയും, മെക്സിക്കൻ ചീര എന്ന് പറയും. ഈ ചീരയുടെ ഉറവിടം ശരിക്ക് മെക്സിക്കോയിലാണ്. അപ്പോൾ അതുതന്നെയാണ് ഇതിനെ മെക്സിക്കൻ ചീര എന്ന് പറയുന്നത്. അപ്പോൾ ഇനി വേറെ ഏതെങ്കിലും പേരുകളുണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ അറിയുന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻ്റ് ഇടണേ. ഈ ചീരയെ പറ്റി പറയുകയാണെങ്കിൽ വളരെ ഔഷധ ഗുണമുള്ള ഒരു ചീരയാട്ടത്. ഇത് ഷുഗർ കൺട്രോൾ ചെയ്യും, കൊളസ്ട്രോള്, പ്രഷറ്, പിന്നെ വെരിക്കോസ് വെയിൻ എന്നീ അസുഖങ്ങൾക്കൊക്കെ നല്ല ഔഷധ ഗുണമുള്ള ചീരയത്. പിന്നെ കണ്ണിന് കാഴ്ച കിട്ടാനും ഒക്കെ നല്ലതാണ്. നല്ലൊരു ചീരയാണിത്. അപ്പോൾ നമുക്ക് തോരനുണ്ടാക്കാനുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1/2 കപ്പ് തേങ്ങ, പിന്നെ 2 പച്ചമുളക്, പിന്നെ 1 പിടി ജീരകം, പിന്നെ 1/2 സവാള, 2 വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി 1 സ്പൂൺ, മുളക് പൊടി 1 സ്പൂൺ, ഉപ്പ്. അപ്പോൾ ഞാൻ ചീര അരിഞ്ഞെടുത്ത് കുറച്ച് വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. അതൊരു 20 മിനിറ്റെങ്കിലും കുതിർത്ത് വെക്കണം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനൊരു പാലുണ്ട്. ആ പാൽ പോകാൻ വേണ്ടിയിട്ടാണ്, ആ കറ പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വെച്ചത്. അതിന് ശേഷം ഞാനത് ഊറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ, 20 മിനിറ്റിന് ശേഷം. പിന്നീട് ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചൂടാകുമ്പോൾ അതിലേക്ക് കടുകും ഉഴുന്നും പരിപ്പിട്ട് പൊട്ടിക്കാം. അങ്ങനെ കടുകും ഉഴുന്നും പരിപ്പും പൊട്ടി കഴിയുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ച സവാളയും വെളുത്തുള്ളിയും ഇട്ട് നന്നായി വഴറ്റുക. അതിന് ശേഷം മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റണേ. പിന്നെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ചീര ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ ചീരയ്ക്കൊരു പ്രത്യേകതയുണ്ട് കേട്ടോ. ഈ ചീര മൺപാത്രത്തിൽ അല്ലെങ്കിൽ സ്റ്റീൽ പാത്രത്തിൽ വെക്കാൻ പാടുള്ളൂ. അലുമിനിയത്തിൽ ഒരിക്കലും വെക്കാൻ പാടില്ലേ. അതിൻ്റെ കാരണം ചോദിച്ചാൽ എനിക്കറിയില്ല കേട്ടോ. അങ്ങനെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് ഞാൻ മൺചട്ടിയിലാണ് വയ്ക്കാറ്. ഇനി പാകത്തിന് ഉപ്പൊക്കെ ഇട്ട് നമുക്കതൊരു 20 മിനിറ്റ് വേവാൻ വെക്കാം കേട്ടോ. അപ്പോൾ ചീര വേവുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാം കേട്ടോ. അപ്പം നമ്മുടെ ചീര ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതിലേക്ക് അരപ്പ് ഇട്ട് കൊടുത്ത് ഇളക്കി കൊടുക്കാം. അപ്പോൾ കൂട്ടുകാരെ, ചായ മൻസ എവിടെ കണ്ടാലും അത് പൊട്ടിച്ച് തോരനോ ഉപ്പേരിയോ ഉണ്ടാക്കാൻ മറക്കണ്ട കേട്ടോ. കാരണം അത്രയ്ക്ക് പോഷകസമൃദ്ധമായ ഒരു കിടിലൻ ചീരയാണിത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ. എൻ്റെ തോരൻ ഇവിടെ റെഡിയായി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ഓക്കെ, ടാറ്റാ, ബൈ ബൈ, സീ യു.